യേഴ്സ് ഞാൻ അഞ്ചു. അപ്പോൾ തുടക്കത്തിൽ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുകുട്ടനെയാണെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഋതുക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഋതുക്കുട്ടൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സൺഡേ ആണിന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, ഒന്ന് പുറത്തിറങ്ങണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഋതുക്കുട്ടനൊക്കെ വന്നതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു, അവരുടെ കൂടെ തന്നെ സെറ്റാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കരിക്കോട്ടക്കരിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കരിക്കോട്ടക്കരിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ വണ്ടിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തായാലും നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കരിക്കോട്ടക്കരി വരെയല്ലേ ഉള്ളൂ, അവിടെ പോയിട്ട് തിരിച്ച് വരാമെന്നുള്ള ഇതിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ കടയും ക്ലോസ് ആണ്, എല്ലാ ഷോപ്പും ക്ലോസ് ആയതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ലാതെ നമ്മളടുത്ത് പറഞ്ഞു, ഞങ്ങളടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എടൂർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എടൂരെത്തി. എടൂർ ചെന്നപ്പോൾ അവിടെ എല്ലാ കടകളും ക്ലോസ് ആണ്. പിന്നെ അവിടെ നിന്ന് 2-3 സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടു, അതെല്ലാം ക്ലോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുഞ്ഞിക്കുട്ടനെ കുറച്ച് സമയം പിള്ളേർ കളിപ്പിക്കുന്നുണ്ട്. അവൻ ആരുടെ അടുത്ത് അങ്ങനെ പോകുന്നൊന്നുമില്ല. ഇടയ്ക്ക് അവന് ഒന്ന് ചിരിക്കണം എന്നൊക്കെ തോന്നി അവൻ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ച് മയക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ സമയത്ത് അവനൊന്ന് സ്മൈൽ കൊടുത്ത് കണ്ടപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവനെ കയറിയിട്ടൊന്ന് എടുക്കാൻ പോയി. പക്ഷേ അവൻ്റെ തനി സ്വരൂപം കാണിച്ചു, എൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളന്നിങ്ങനെ നേരെ ഇരുട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിക്ക് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ഇവിടെയും ക്ലോസ് ആണ്. നമ്മുടെ തൊട്ട് മേലത്തെ ആ സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു നാഷണൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങളെ വീട്ടിലുള്ളവരെ കാണിക്കണമെങ്കിൽ എന്തിനാണ് നിങ്ങൾ കറങ്ങാൻ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ഫാനൊക്കെ സെറ്റാക്കി, ഒരു ഫാനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഫാനും കൊണ്ടൊക്കെ ചെന്നിട്ട് ഇവരെ സോപ്പിട്ട് നിർത്താമെന്നുള്ളൊരു പ്ലാനായിരുന്നു നമുക്ക്. എന്തായാലും ഇവിടെ ഈ ഒരു ഷോപ്പിൽ നമുക്കൊരു ചെറിയൊരു ഫാനൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അവർക്ക് പുറത്ത് പോകണം, കറങ്ങണം, അതൊക്കെയായിരുന്നു അവരുടെ പ്ലാനിങ്ങൊക്കെ. അപ്പോൾ അതെന്തായാലും നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഇത്രയും ദൂരം വരുമെന്ന് ഞങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാഞ്ഞുകൊണ്ട് എല്ലാവരും നോർമലായിട്ട് വന്നതാണ്. ആരും അതിനുവേണ്ടി പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ വണ്ടിയിലൊക്കെ സ്ഥലമില്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിരികെ ഇരുന്നെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ ആ ഫാനൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇവൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇരിട്ടി പാലം അതിൻ്റെ സൈഡിൽ വണ്ടി നിർത്താമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നല്ലൊരു പാർക്കുണ്ട്. അതിപ്പോൾ ഇരിട്ടിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പാർക്കാണ്. പക്ഷേ ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പുഴയുടെ സൈഡിലുള്ള പാർക്കിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി. കുറച്ച് സമയം ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവിടെ അങ്ങനെ കളിച്ച്, കുഞ്ഞിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനെയും അങ്ങനെ എടുത്ത് കളിപ്പിച്ച് എല്ലാവരും കുറച്ച് സമയം അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് നല്ലൊരു ഈവനിങ് ടൈമാണ്, അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ഈവനിങ് ആണ്, അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ആളൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിള്ളേരൊക്കെ പിള്ളേരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഈ പുഴയുടെ സൈഡിലായതുകൊണ്ട് പുഴയൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല അടിപൊളി സ്ഥലം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അത്രയും ഭംഗിയുണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറകിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പുഴയിൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. കുറച്ച് സമയം ഞങ്ങൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും അവിടെ എൻജോയ് ചെയ്തു. അതിന് ശേഷം ഇനി എങ്ങോട്ടെന്നുള്ളതാണ്, ഇനി തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടുതലായിട്ടും കുഞ്ഞു കൊച്ചല്ലേ, അവനെ കളിപ്പിക്കാനുള്ളൊരു പരിപാടിയിലൊക്കെ ആയിരുന്നു. അവൻ കുറേ സമയം എല്ലാവരുടെ അടുത്തും നോക്കും, ചിരിക്കും. പക്ഷേ അവൻ ആരുടെയും കൂടെ വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ സമയം രാത്രി ആവാറായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വഴിയോരത്തുള്ള ഒരു തട്ടുകട തേടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൂസ് ഇടയ്ക്കിടയ്ക്ക് അവനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരിട്ടിപ്പുഴയിൽ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് ഉണ്ടോ നല്ലൊരു അടിപൊളിയല്ലേ, അവിടെ തന്നെ നമുക്ക് നല്ലൊരു ചർച്ചുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു ഈ ഒരു ഈവനിങ് ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലനെ അവിടെ നിന്ന് തിരിക്കുന്ന വഴിക്ക് എവിടെന്നെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും കല്ലുമുട്ടിയിലെത്തി. അപ്പോൾ അവിടെ ഒരു വഴിയോരത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ
നീർദോശ വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും അവരുടെ ഫേവറേറ്റ് എന്താണോ അത് വെച്ചിട്ട് എല്ലാവരും ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് കോൾസൊക്കെ വരുന്നുണ്ട്. കാരണം വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇരുട്ടി പോവുകയാണെന്ന്. ഞങ്ങൾ കരിക്കോട്ടക്കിരി വരെ ഒന്ന് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ പോക്ക് ഞങ്ങൾ ഇരിട്ടി വരെ എത്തിച്ചു. ഇരിട്ടി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ആ ഒരു ഹോട്ടലിൽ കയറി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിള്ളേരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നോൺ വെജ് എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പനാണെങ്കിൽ കാട വേണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബോട്ടി ഫ്രൈ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. അവർക്ക് വേണമെന്ന് പറഞ്ഞെല്ലാം അവർ വാങ്ങി കഴിക്കുന്നുണ്ട്. അവർ വാങ്ങി കഴിച്ച് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താണ് പറ്റിയെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ അകത്ത് ചാർജൊന്നുമില്ല, മൊബൈലിൽ സ്വിച്ച് ഓഫ് ആവാറായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ ക്ലോസ് ആവുകയാണ്.